ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാർക്ക് 2.5 കപ്പ് ചോറിട്ട് കൊടുക്കുകയാണ്. ഏത് ചോറ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ റേഷനരി വെച്ചിട്ടുള്ള ചോറാട്ടോ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ചോറ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അരച്ചെടുത്ത ചോറ് മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിന് പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുകയാണ്. ചെറിയൊരു സവാള കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു തക്കാളിൻ്റെ 1/4 ഭാഗം ചെറുതായി അരിഞ്ഞത് ചേർക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കുരുവൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇത് ഏകദേശം 1 സ്പൂണോളം ഉണ്ടാവും. എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തതിന് ശേഷം പലഹാരത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് നുള്ളിയിട്ട് കൊടുക്കാനുള്ള ഒരു പരുവല്ലേ, ആ പരുവാകുന്ന വരെ അരിപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. കുറേശ്ശെ അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നാകെ ഇട്ടെടുത്ത് ഇളക്കി കൊടുത്താൽ നമ്മൾ പലഹാരം നല്ല കട്ടിയായി പോവും. അരിപ്പൊടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാട്ടോ മാവുള്ളത്. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കൈകൊണ്ട് നുള്ളിയിട്ട് കൊടുക്കാനുള്ള ഒരു പരുവത്തിലാണുള്ളത്. ഏകദേശം 1/4 കപ്പോളം അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് മാവെന്ന് കുറേശ്ശെ കൈകൊണ്ട് നുള്ളി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം തീയിലിട്ടാണ്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു കളറാവുന്നവരെ പൊരിച്ചെടുക്കണം. ഇപ്പം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അരിപ്പൊടിയും ചോറും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.